അപ്പൊ നമ്മള് പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി മലങ്കര ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ സ്റ്റേ എടുത്തതിന്റെ തൊട്ട് നമ്മൾ ആക്ച്വലി കോതമംഗലത്ത ആ പള്ളിയുടെ ബോർഡിൽ ഞാൻ തൊടുപുഴയിലാണ് നമ്മൾ ഇതെടുത്തേക്കുന്നത്. അപ്പൊ തൊടുപുഴയിൽ വന്ന് അപ്പൊ ഇവിടെ തൊട്ടടുത്താണ് 15 മിനിറ്റുകൾ വരുന്നത് മലങ്കര ഡാമിലോട്ട്. നമ്മൾ ഇനിയിപ്പോ അവിടെയും കൂടെ പോയിട്ട് നേരെ കൊച്ചിക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവര് ഇന്ന് ട്രിവാൻഡ്രത്ത് തിരിച്ചു പോകും. നമ്മളിനി നേരെ അങ്ങ് ഈഗിളിന്റെ വീട്ടിലോട്ട്. മാപ്പ് കാണിച്ചു തന്ന ഏതോ വഴി കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. മലങ്കര എന്ന് പറയുന്ന ഒരു ഡാം ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത്. അത് ഫസ്റ്റ് തിങ്. പിന്നെ മലങ്കര ഡാമിൽ കാണാൻ ആളുകളെ കയറ്റുവോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. ചേട്ടാ മലങ്കര ഡാമിലോട്ട് അവിടെ കാണാൻ വല്ലതും ഉണ്ടോ? ഇയാളാണ് ലോക ഇൻട്രോട്ട്. ഒരു മനുഷ്യനോട് സംസാരിക്കും. എന്തേ ഞാൻ പിന്നെ നാട്ടുകാരടുത്ത് മൊത്തം ചോദിച്ചു ആണോ? ഇനി ഒരിടത്ത് പോയിട്ട് ഞാൻ പറയാം അയാളുടെ അടുത്തൊന്ന് പോയി ചോദിക്കാൻ. ഇതിനകത്ത് ഇരിക്കുന്നതെന്നാ പറയുന്നതിനകത്ത് കുറ്റമുണ്ടോ? ഒരു കുറ്റമില്ല. അത് ഞാൻ വ്ളോഗ് എടുത്തില്ലെങ്കിൽ എനിക്കാ കുറ്റം. ഇയാള് വ്ളോഗ് എടുക്കാൻ ഈ വഴിയൊക്കെ കണ്ടില്ല, ഇതൊക്കെ എടുക്കണ്ടേ ഒക്കെ ചോദിക്കും. അത് ഒരാൾ ഒരു പണി ചെയ്യുമ്പോ അത് വൃത്തിയായിട്ട് ചെയ്യാൻ അല്ലേ നമ്മൾ പ്രോത്സാഹിക്കണം. എന്തായാലും ഇയാള് വ്ളോഗ് എടുക്കുന്നത്, അപ്പൊ പിന്നെ ആളുകളെ കാണിക്കേണ്ടത് നല്ല വഴികളും നല്ല കാഴ്ചകളും അല്ലേ. ഇയാളെ മുഖവും ഇയാളെ ഇതുമാണോ എല്ലാരും കാണേണ്ടത്. അപ്പൊ അത് പറയുന്നത് തെറ്റുണ്ടോ? ഇല്ല. ഇതുണ്ട്, നമുക്ക് പാസ് ഒന്നും എടുക്കണ്ട. ഇതാണ് മലങ്കര ഡാം. വെള്ളം മഴ പെയ്യുമ്പോ ഈ ഡാം പൊങ്ങുവോ? ഡാം മേളിലോട്ട് പോകും. മലങ്കര ഡാം കാണാൻ വന്നവരൊക്കെ പുറത്തിറങ്ങി മലങ്കര ഡാം കാണേണ്ടതാണ്. ഹായ് ഹായ് ഹായ്, ഇതാണ് മലങ്കര ഡാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ഏരിയ ആണ്. നീ മലങ്കരക്കാരനാണോ? അല്ല, ഞാൻ കോട്ടയംകാരനാ. കഴിഞ്ഞു പോ. എലവേഴ പുഞ്ചിറ പോകാൻ പറ്റത്തില്ല, ഇവർക്ക് പോണം. ഇതാണ് മലങ്കര ഡാമിന്റെ നദി. ഈ നദിയുടെ പേരെന്താ? നദിയുടെ പേര് നദി ചെറുവാമൂഞ്ചര ഡാം, മലങ്കര നദി. ഈ ചേട്ടനാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇതാണ് മലങ്കര ഡാമിന്റെ ഇടത് സൈഡ്, അത് മലങ്കര ഡാമിന്റെ വലത് സൈഡ്. ബ്രോ, ഈ മലങ്കര ഡാമിന് മലങ്കര എന്നുള്ള പേര് കിട്ടിയത് ഒരുപാട് മലം വന്ന് വീണിട്ടാണോ ബ്രോ? ഇറ്റ്സ് നോട്ട് മലംകര, മലങ്കര. മലത്തിന്റെ അല്ലേ മലത്തിന്റെ മാത്രമേ ഉള്ളൂ, മലത്തിന്റെ മൊത്തം ഇല്ല. മലങ്കര, ഇറ്റ്സ് നോട്ട് മലംകര, ഇറ്റ്സ് മലങ്കര. മലങ്കര. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള തോമയ്ക്ക് ഈ നദി കണ്ടപ്പോ ഒരാഗ്രഹം, തോമയ്ക്ക് നദിയിലോട്ട് എടുത്ത് ചാടണം. പ്രതീക്ഷകളുടെ കോളാണ്. പ്രതീക്ഷയുടെ കോള് വന്നു. അതുകൊണ്ട് തോമ പോയി. തോമ ചാടാതെ പോയി. കൊച്ചിന്റെ വെള്ളത്തിൽ പോയി. അപ്പൊ ഇവര് പുതിയത് ഇഷ്ടപ്പെടുന്നവന് പഴയ തന്നെയാണ്. അപ്പൊ അവള് പഴകിപ്പിച്ചോണ്ടിരിക്കുക. അവന് ഇഷ്ടപ്പെടുന്നു. അയ്യോ, തലയിലൊക്കെ ഇടിക്കുന്നു. ഉറക്കം വരുന്നു കേട്ടാ. പക്ഷെ ഉറങ്ങത്തില്ല പശു പേരില്ലാതെ. പുള്ളി ഭയങ്കര മൂശാട്ടയില. പക്ഷെ കോൺസെൻട്രേഷൻ മാറ്റാൻ വേണ്ടിട്ട് നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. അതിനകത്ത് നിൽക്കുന്ന ആളുകളെ കണ്ടോ? ഇതൊക്കെ എടുത്തു. ഇതൊക്കെ എപ്പോ എടുത്തു? ഞാൻ പറയാനൊക്കെ പറഞ്ഞു. ഇത് എന്റെ അച്ഛന്റെ കമ്പനിയാണ്. രാജേഷ്, അച്ഛന്റെ പേര് രാജേഷ്. അച്ഛന് കറണ്ട് ഇല്ലാത്ത വണ്ടി, മോട്ടർ ഇല്ലാത്ത വണ്ടി. അത് കറണ്ട് ഇല്ലാത്ത വണ്ടി അങ്ങനല്ലേ? നിങ്ങൾക്ക് ഈ വട്ടത്തില് ചുറ്റി കളിക്കാം, എന്നുള്ളതും ചെയ്യാം. അങ്ങനെ അറ്റത്ത് രണ്ടുപേർക്ക് പോകാൻ പാടുള്ളൂ. ഇപ്പൊ രണ്ടുപേര് ഡ്രൈവർ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട. അടിക്കുള്ളിൽ രണ്ടുപേരുണ്ട്. കക്കൂസുണ്ട്, പക്ഷെ കക്കൂസില്ല. എന്തിനൊക്കെ പറയുന്നു? അടുത്ത പ്രാവശ്യം കക്കൂസ് വരും. കക്കൂസ് ഉണ്ട് അവിടെ, പക്ഷെ ഉണ്ടാക്കിയിട്ടില്ല. പണി കഴിഞ്ഞിട്ടില്ല. എമർജൻസി വന്ന് എന്ത് ചെയ്യണം? ആ സൈഡിൽ പോയി അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ അവിടെ വിശക്കാണെങ്കിൽ ഹോട്ടലുണ്ട്, ഹോട്ടലിന്റെ ഫാക്ടറി. അപ്പൊ നമ്മൾ എടുത്ത് ചാടണോ? നമുക്ക് നടന്നു പോകാം. നമുക്ക് സ്വാഗതം ചെയ്യാം. ഇത് എന്റെ ദേവുട്ടൻ, ഇത് നമ്മുടെ ഈഗിള്. അപ്പൊ എല്ലാവർക്കും അറിയായിരിക്കും. ഇത് നമ്മുടെ ഇത് എന്റെ ചേച്ചിയുടെ ചേട്ടൻ, ഇതെന്റെ അച്ഛൻ്റെ അമ്മ, ഇത് രണ്ടാം അച്ഛൻ, ഇത് ദേവുട്ടൻ.
എന്റെ അമ്മ, ഇത് ചേച്ചി, ഇതെന്റെ അനിയനാണ്, എന്റെ സ്വന്തം അനിയനാണ് ഇത്. അലവലോ, ഇത് എന്റെ അനിയനാണ്. പിന്നെ കൈയൊന്നും തരണ്ട പ്ലീസ്. ഇതാ അച്ഛൻ, ഇതാ കൈസ എന്റെ അച്ഛൻ. പ്രൊമോഷൻ ഗൈസ്, നമ്മൾ ഒട്ടും താല്പര്യമില്ലാതെ ഒരു സ്ഥലത്ത് പോവാണ്. ആ കാറിലിരിക്കുന്ന പുള്ളി മെനങ്ങാന്ന് രാത്രിയിൽ കണ്ട് ഭ്രാന്തെടുത്തിട്ട് 14 പേർക്ക് വണ്ടർലായിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഈ പ്രായത്തിൽ ഞാൻ വണ്ടർലായി പോയിട്ട് എന്ത് ചെയ്യാൻ? അല്ല, എനിക്ക് വയ്യ. വിനീതാണെങ്കിൽ എന്നെക്കാട്ട് 2 വയസ്സിന് മൂത്ത. ഞാനിവിടെ ഇപ്പൊ ഒരു ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഇതങ്ങ് അടിച്ചു കുത്തി പെയ്യണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള്. ആ ഈ കാറിനകത്തിരിക്കുന്ന എല്ലാരും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് വണ്ടർലായി പോകുന്നു. ഈ കാറിനകത്തിരിക്കുന്ന ഒരാൾക്ക് പോലും, ഒരു മനുഷ്യന് പോലും ആ വണ്ടർലായി പോണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട എന്നൊറ്റ സ്വരത്തിൽ നമ്മൾ പല അടവുകളും പ്രയോഗിച്ച് പോവാണ്ടിരിക്കാം. പക്ഷെ അവൻ പറഞ്ഞു കത്തിക്ക് കുത്തുവെന്ന്. ഈ നല്ല പ്രാന്തി കാരണം ഇവിടെ ഒറ്റ കാരണമാണ് ഇവിടെ നിൽക്കുന്നത്. ഒരാവശ്യമില്ലായിരുന്നു അവളോടെ. ഇവിടെ എല്ലാത്തിലും കയറും. ബാക്കി ടീം ഇവരുണ്ട്. പിന്നെ ഡ്രീമർ അറിഞ്ഞതുപോലും ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്ന കാര്യം. ഈ ബുൾജെറ്റ് അല്ലേ വന്നിട്ട് ഒരു കൂട്ടം ഫാൻസ് ഈ പുള്ളീനെ ഈ ബുൾജെറ്റിന്റെ ഭാര്യ. എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണോ? ദ മാൻ വിത്തൗട്ട് ഫിയർ എന്നൊക്കെ എഴുതി വെച്ചോണ്ട് വരിക. പക്ഷെ റൈഡിൽ കയറത്തില്ല, വെള്ളത്തിൽ ഇറങ്ങത്തില്ല, പേടിയാ. ഇവൻ നീ എല്ലാ റൈഡിലും ആദ്യമേ ജാമ്യം എടുത്തില്ല. എന്തിനാണ് തലയിറങ്ങി വീണ? സത്യമല്ലേ, നമ്മളൊക്കെ എന്തിനു പിന്നെ വന്നേ? അവൻ്റെ അത് ഇത് ആ നാണയത്തിന്റെയാന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് തുണിയുടെ അല്ല. എന്റെ ഞാൻ ചത്താലും വെള്ളത്തിൽ ഇറങ്ങത്തില്ല. കണ്ട മാമന്മാര് വന്ന് മൂത്രമൊഴിക്കുന്ന വെള്ളത്തിൽ എന്റെ പട്ടി ഇറങ്ങും. എന്താ ഇറങ്ങിയോ? ദേവൂട്ട ആരാ നോക്കിയേ? ഹായ് ഹായ്. അവനെ കണ്ടിട്ട് പേടിയാണ്. അത് പണ്ട് സ്കൂളിൽ ടൂർ വരുമ്പോ ഒരു പ്രിൻസിപ്പൾ അവനാ അല്ല ആ പ്രിൻസിപ്പൾ അങ്ങനെയാണ് ഇങ്ങേര്. നമ്മൾ അപ്പൊ വണ്ടർലായിട്ട് കടക്കാണ്. നല്ല മഴ വരുന്നുണ്ട്. ഈ മഴ അങ്ങ് പെയ്തായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. നമ്മള് ഫുഡ് കഴിക്കുന്ന എവിടുന്നാ? ലൈറ്റ് ആയിട്ട് കഴിക്കാൻ ട്യൂബുണ്ടോ ഇവിടെ? ആരും കേട്ടില്ലേ? ഞാൻ കേട്ടുള്ളൂ. ഇതിനകത്തൊക്കെ കേറുന്നവർക്ക് തലയ്ക്ക് ഭ്രാന്താന്നേ ഞാൻ പറയത്തുള്ളൂ. കണ്ടില്ലേ ആര് ഭ്രാന്തെടുത്ത കൊറേ ആളുകൾ നോക്ക്. ഓരോരുത്തർ ചത്തിറങ്ങി വരുന്നു. എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണോ? ഓറ മൈനസ് ആവുന്ന ഒരു പരിപാടിക്കില്ല. സത്യം പറഞ്ഞ ഇപ്പൊ ഒരു പേടിയുണ്ട്. ഒരു ആവശ്യത്തിൽ കയറി ഇറങ്ങി ഓടിയാൽ ഓറ മൈനസ് ആവും. അറിയാവുന്നവര് ഇത് കഴിയുമ്പോ അലറി വിളി കേൾക്കും. ഇയാൾ ഇതിനകത്ത് കയറിയിട്ട് അലറി വിളിക്കും. അവര് കേറുവാണ്. ഇപ്പൊ കണ്ടോണം ഇവിടെ നടക്കാൻ പോകുന്നത്. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. എവിടെ ടാറ്റ പറ. പിന്നെ എന്റെ പട്ടി പോവും. എവിടെ ടാറ്റ പറ. ടാറ്റ മൂന്നൊക്കെ കൊടുത്ത് പോകുന്നത് ഭ്രാന്താ. അത് വേറെ കാര്യം. ഇതിന് കേറണ്ടായിരുന്നു അതിനകത്ത്. എനിക്ക് വണ്ടർല പോകുന്നുണ്ട്. ഞാൻ പോയി കുറേ നാളായി. ഞാൻ കഴിഞ്ഞ വർഷം ജാനുവരി പോയതാ.
അടുത്ത കാണാവോ? എന്ത് നിലവിളിയാ ദൈവത്താ? അയ്യോ. അവിടെ കരയുന്നുണ്ട്. അയ്യോ അയ്യോ ആരയ്യോ വിളി നിനക്കറിയാമോ? ദൈവത്തെ വേറെ നിന്റെ അച്ഛനല്ലേ? അടുത്തുള്ളി പോകുന്നുണ്ട്. ഇതെന്നൊക്കെ അയ്യോ കിരൺ എന്നാ നിൽക്കുന്നുണ്ടോ? നീ എന്താ ഇനി പോവാഞ്ഞ്? കിരൺ എന്താ എഴുന്നേറ്റിരിക്കുന്ന? നിന്ന് പോവാണോ? ഇതാ പോന്നേ. ഒരുത്തവിടുന്ന് കരയുന്നുണ്ട്. കിരൺ ഇന്ന് അതിനകത്ത് കേറി കഴിഞ്ഞുണ്ടല്ലോ, തിരിച്ച് കിരണിന്റെ പടമായിരിക്കും ഇറങ്ങി വരുന്നത്. രണ്ടാതിരിക്കുന്നത് അതെ. മണ്ടക്കോട്ട് പോകണമെന്നാണ് എന്റെ കാര്യം. എന്റെ അമ്മേ. അയ്യോ കിരണിന്റെ മുകൾ കണ്ട. അണ്ണാക്കി സൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഷെഡ് പറഞ്ഞിട്ട് വരാം. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. ഉണ്ടായിരുന്നോ? അയ്യോ ഞാൻ ചത്തുപോയോ, ഞാൻ എന്റെ പുനർജന്മമായത്. ഇത് കിരൺ 2.0. അടുത്തത് ഒരുത്തിയുടെ കാല് പോലും എത്തുന്നില്ല, എന്നിട്ട് അവൾ അതിനകത്ത് വലിയ മൃഗം കറങ്ങി കിരഞ്ചേട്ടൻ ഇങ്ങനെ 1 2 അല്ല 1 2 3 കിരഞ്ചേട്ടൻ കണ്ണൂർ ഇങ്ങോട്ട് നോക്കിയിട്ട് അലറായിരുന്നു. ഫേസ് ടു ഫേസ് അലർച്ച പകർന്നു കേട്ടോ. ഇവ അതിനകത്ത് ചത്ത് കിടക്കുന്നത് ഞാൻ കണ്ടത്. ഇപ്പോഴാണ് കേറിയത് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ്. ഏതാണ് കേറിയത്? നമ്മളൊരു ഡിന്നർ ഡേറ്റിന് പോവാണേ. നമ്മൾ പാത്രത്തിൽ കയറാൻ പോവാണ്. അല്ല എനിക്ക് ഭ്രാന്തെടുത്തൊരു പേടിയില്ല കേട്ടോ. നീ കേറത്തെ വലിഞ്ഞേറിയിരിക്കുന്നു. ഏതോടാ ഷൂട്ട്? തല കുത്തിയാണോ നിർത്തിയേക്കുന്നത്? ചേച്ചിന്റെ അപ്പുറത്തിരിക്കുന്നതോ ജേഴ്സി ഇട്ടതോ? അവളുടെ ഫിസിയോതെറാപ്പി ബോബിനറിയാം. ഞാൻ ഇങ്ങനത്തെ എന്റെ വെറുതെ എല്ലാ ഭാര്യയിലും ജയറാമാവാൻ പോവാ. അമ്മ കണ്ടത്? അമ്മ നോക്കി മാമ അമ്മയായിട്ട് കണ്ടു. അമ്മയുടെ കറക്കം കണ്ട് തല കറങ്ങിയ പോകും. ഞാൻ ഇതുവരെ അറിഞ്ഞില്ല. കൊണ്ടില്ലെങ്കിൽ കൂവേ ഞാൻ വീട്ടിലെ കൂവും. പിന്നെ ആ സാധനം അനങ്ങിയിട്ട് പോലും പോയേ. ചുമ്മാ അറിയാൻ തരുമോ? ഒന്നും വേണ്ട, പാവ ഉണ്ടെങ്കിൽ വാശിക്കാറില്ല.